വിവാദങ്ങളുടെ കളിത്തോഴനായ തോക്കുസ്വാമി ഇപ്പോൾ മ്യൂസിയത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ സന്യാസിമാരെല്ലാവരും കാഷായത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഇന്നിവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ പേരിൽ ഇത് സിറ്റിയിൽ വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ വസ്ത്രവിവാദത്തിനെ കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? അതും വിവാദമായ എന്നൊരു സംസാര വിഷയമാണ് സ്വാമിയുടെ ഈ വസ്ത്രം. ശരി, ഞാനൊരു കാര്യം പറയാം. നമ്മൾ കാക്കി ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? കാഷായം ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? കതർ ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പം ഈ കാക്കിയും കാവിയും കതറും ഈ മൂന്ന് സാധനങ്ങളും പവറിൻ്റെ വസ്ത്രമാണ്. ഇത് ധരിക്കുന്നവരെ ആരാണെങ്കിലും അവരെ സമൂഹം ബഹുമാനിക്കും, അവരുടെ മുന്നിൽ ഭയഭക്തിയോടെ നിൽക്കും. എന്നാൽ ഈ മൂന്നിൻ്റെ മറയിലാണ് ഇന്ന് ഇവിടെ പല കൊള്ളരുതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഒരു വസ്ത്രത്തിൻ്റെയും പിൻബലം വേണ്ട. ഫോർ എക്സാമ്പിൾ, ഇഷ്ടംപോലെ പാർട്ടി പ്രവർത്തകർ ഖദർ ധരിക്കാതെ അവരുടെ ജീവൻ തന്നെ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സമരത്തിന് പോവുകയും പലതും ചെയ്യുന്നുണ്ട്, കണ്ടിട്ടില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ കാഷായം ധരിക്കാതെ തന്നെ ആത്മീയമായിട്ട് ഒരുപാട് സാധന ചെയ്യുകയും അതുപോലെ ആത്മീയമായിട്ട് വളരുകയും ആത്മീയമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മീയമായിട്ടുള്ളതിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളിലേക്കാണ്, ആൾവൃക്ഷം പോലെയാണ്. ആധ്യാത്മികമായുള്ള ഇതെന്ന് പറഞ്ഞാൽ എല്ലാം പുറത്തേക്കാണ്, അത് ഷോ കാണിക്കുക. ഇപ്പോൾ ആത്മീയമായിട്ടുള്ളവൻ്റെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് അവരറിഞ്ഞാൽ മതി. അതുപോലെ കാക്കിയിട്ട് നടക്കുന്ന, കാക്കി ഇടാതെ തന്നെ എത്രയോ കൃത്യമായിട്ട് അവരുടെ കർത്തവ്യം നിറവേറ്റുന്ന പോലീസ് ഓഫീസേഴ്സ്, അല്ലാത്ത ഓഫീസേഴ്സ് എത്രയോ പേരുണ്ട്. അവരെന്നെ മഫ്റ്റിയിൽ വന്നിട്ട് അവർ സിവിൽ ഡ്രസ്സിൽ വന്ന് ജോലി ചെയ്യുന്നു, കണ്ടിട്ടില്ല? അവർക്ക് എന്ത് പിൻബലമുള്ളത്? പിന്നെ എന്നെ ഇത് ആരും ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വസ്ത്രം ഒരു വേഷഭൂഷാണത്തിൽ നടന്നിട്ട് എന്നെ ആൾക്കാർ അങ്ങനെ ഇത് സ്വാമി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം കാവിയിട്ട് ഒരാൾ എന്നെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ അത് ഭക്തി കൊണ്ട് വിളിക്കുക, അത് നാളെ അവർ തിരിച്ചും വിളിക്കും. മറിച്ച് എന്നെ ഈ വേഷത്തിൽ സ്വാമി എന്ന് വിളിക്കുന്നവർ യുക്തി കൊണ്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ താങ്കൾ വിളിക്കുന്നത് എന്താ? തന്നെ താങ്കൾ എന്നെ സ്വാമി എന്നാണോ അതോ എന്നെ വേറെ എന്തെങ്കിലും? എന്തുകൊണ്ട് താങ്കൾ എന്നെ സ്വാമി എന്ന് വിളിക്കുന്നു? സ്വാമി എന്ന് അറിയപ്പെടുന്നു എന്ന് അല്ല, താങ്കൾ എന്തിനാ എന്നെ സ്വാമി എന്ന് വിളിക്കും? അത് അങ്ങയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകളുണ്ട്, വേറെ കുറെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ ഈ വസ്ത്രം കണ്ടിട്ട് സ്വാമി എന്നല്ലാതെ മാറ്റി വിളിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എനിക്കെന്താ കുഴപ്പം? ആരെന്തും വിളിച്ചോട്ടെ, തെറി വിളിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, എന്ത് വിളിക്കുന്നതിൽ സന്തോഷമാണ്. എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ്. എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ മതി, പുറത്തെനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ആരെയും ഞാൻ ഷോ കാണിക്കുന്നത്? ആരുടെ ഷോ കാണിക്കുന്നത്? ഇന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നിവിടെ നാട്ടിൽ ഒരുപാട് വലിയ സ്വാമിമാരും സ്വാമിനിമാരും ഒക്കെ ഇരിപ്പുണ്ട്. സ്വാമിനിമാരൊന്ന് ചുരിദാറും മിടിയും ഫ്രോക്കും ഇട്ടൊന്ന് നിൽക്കുമോ? ഇതുവരെ ആരും ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വ്യത്യസ്തമായ ഒരു കാര്യമാണല്ലോ സ്വാമി ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സന്യാസിമാരെന്ന് പറഞ്ഞു നടക്കുന്നവർ എന്താ അവർ ഡ്രസ് കോഡൊന്നും മാറ്റാത്ത? അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു മാറ്റി ഒന്നും നിൽക്കാത്ത? അവർക്ക് സ്പിരിച്വൽ പവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഡ്രസ്സിന്റെ പിൻബലം? അതുതന്നെ ആയിരിക്കാം അതിന്റെ കാരണം. ഇവിടെ എല്ലാം ഒരു പ്രോട്ടോകോൾ പോലെ, ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പോവുക, അതിൽ നിന്ന് വിട്ടു പോകണം. അതുപോലെ ഇത് ഈ കുറെ ഇവിടെ ഒരു മൊണോപ്പൊളി ഉണ്ട്, അതാണ് പല ഇതിനെയും നിയന്ത്രിക്കുന്നത്. അവർക്ക് ഇങ്ങനെ വേഷം കെട്ടിയിരുന്നാലേ അവർക്ക് ഇതെല്ലാം ഭക്തി കൊണ്ടാണ്. ഈ ഭക്തിയെക്കുറിച്ച് പറയുണ്ടായല്ലോ, എന്താണ് ഭക്തി? അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഭക്തി എന്ന് പറയുന്നത് ഇവിടെ ഇത് നോക്കൂ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു പേന ഉള്ളതായിട്ട് സങ്കല്പിക്കൂ. പേന എടുക്കൂ, ഇങ്ങനെയാണോ പേന? എടുത്ത് കൈ പിടിക്കൂ. ഓക്കെ, ഇതിൽ താങ്കളുടെ പേര് എഴുതും. പേനോട് കൃത്യമായിട്ട് എഴുതണം. ശരി. ഇനി ഇത് പേര് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ വായിക്കാൻ പറ്റാത്ത? പക്ഷേയില്ല, പേനയില്ല, സാങ്കല്പിക. അല്ല, താങ്കളുടെ അടുത്ത് ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ താങ്കൾ എന്തിനാ എടുത്ത്? സങ്കല്പിക്കാൻ പറഞ്ഞു. സങ്കല്പിച്ചു.
സങ്കല്പിക്കല്ലേ, ഞാൻ ഇവിടുന്ന് താങ്കളുടെ അടുത്ത് പേന എടുക്കാൻ പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ താങ്കൾ എടുത്തോ? എടുത്തു. എഴുതാൻ പറഞ്ഞപ്പോ താങ്കൾ എഴുതിയോ? എഴുതി. എന്തിനെഴുതി? സ്വാമി പറഞ്ഞു ചെയ്തു. എന്തിനെ എഴുതി? സ്വാമി പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു. ഇല്ലാത്തൊരു പേന എടുക്കാൻ പറഞ്ഞപ്പോ താങ്കൾ എന്തിനെടുത്തു? സങ്കല്പിക്കാൻ സ്വാമി പറഞ്ഞു, സങ്കല്പിച്ചു. അപ്പോ ഇല്ലാത്തൊരു പേന കൊണ്ട് എഴുതാൻ പറഞ്ഞപ്പോഴും താങ്കൾ എഴുതി. എഴുതിയില്ലേ? ഇത് വല്ല ഗുണമുണ്ടായോ? ഇല്ല. നീ ഇത് പിടിക്കൂ. ഇത് മഷിയുള്ളതാണോ? ആ, ഇത് പിടി. ഇനി ഇതിൽ താങ്കളുടെ പേര് എഴുതും. ഈ എഴുതിയിരിക്കുന്നതുകൊണ്ട് താങ്കൾക്ക് ഇത് വായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് വായിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് പറ്റുന്നു? മഷിയുണ്ട്, മഷിയുണ്ട്, പേനയുണ്ട്, മഷിയുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. ഉറപ്പാണ്. ഇത് യുക്തി. ഓക്കെ. ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യുകയോ മറ്റൊരാൾ പറയുന്നത് കേട്ട് എന്ത് ചെയ്യുമോ അത് ഭക്തി കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പം നമ്മളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സാണ്, ബുദ്ധിയല്ല. ഈ രണ്ടാമത് താങ്കൾ യഥാർത്ഥ പേന കൊണ്ട് എഴുതിയതും അവിടെ പ്രവർത്തിച്ചതും ബുദ്ധിയാണ്. അത് യുക്തിപൂർവം ചെയ്തതുകൊണ്ടാണ് അവിടെ ഗുണമുണ്ടായത്, ഐ മീൻ ഫലമുണ്ടായത്. അപ്പൊ ഭക്തി എന്ന് പറയുന്ന പടിയിൽ ചവിട്ടിയ യുക്തിയിലെത്താൻ പറ്റുള്ളൂ. യുക്തി എന്ന് പറയുന്ന പടി ചവിട്ടിയ മുക്തിയിലെത്താൻ പറ്റുള്ളൂ. ഭക്തി എന്ന് പറയുന്ന ഒരു ബേസ്ലെസ് ബേസാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത എൻ്റെ ഒരു വീഡിയോ വരും. അതിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നാട് ഒരിക്കലും നന്നാവാതിരിക്കുന്നത് ആൾക്കാരുടെ അമിത ഭക്തിയാണ്. ഈ ഭക്തന്മാർ പലവരും ഉണ്ട്. ഭക്തന്മാർ പറയുന്നത് കേട്ട് ഗുരുക്കൾ പോകാൻ നിന്നാൽ ഗുരുക്കളും അബദ്ധത്തിലേക്ക് പോകും. അവർക്ക് ഓവർ ഭക്തി കൊണ്ടാണ് അവരിങ്ങനെ ആവുന്നത്. സ്വാമി ഇങ്ങനെ ആയിരിക്കണം, സ്വാമി ഇന്ന വസ്ത്രത്തിരിക്കണം, സ്വാമി ഇങ്ങനത്തെ വേഷം ഇടണം. ഉമ്മർ ആരാ പറയാ? ഉമ്മർക്ക് എന്തിനാ ഉള്ളത്? അവരാണോ നമുക്ക് മോക്ഷം തരുന്ന ആൾക്കാർ? അല്ല. അതുപോലെ നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ യോഗം ചെയ്യണം. എന്താണ് യോഗം? സ്വാമി മോക്ഷം കിട്ടാൻ വേണ്ടി യോഗ ചെയ്യണം എന്ന് പറയുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു സംശയം, നമുക്ക് ഇവിടെ പലയിടത്തും പലരും യോഗ ക്ലാസ്സസ് നടത്തുന്നു, ഫ്രീ ആയിട്ടും അല്ലാണ്ട് യോഗ ക്ലാസ്സസ്, യോഗ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഈ യോഗ ചെയ്താൽ നമുക്ക് മോക്ഷം കിട്ടുമോ? ഇന്ന് ഇവിടെ കിട്ടുന്ന യോഗ എന്ന് പറയുന്നത് അൽസേഷൻ നായയില് നാടൻ നായിക്ക് ജനിച്ച കുട്ടിയെ പോലെയാ. യഥാർത്ഥത്തിൽ യോഗ എന്താണെന്ന് അറിയണമെങ്കിൽ അതൊരു യോഗമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ യോഗം ചെയ്യുകയാണ് ബ്രഹ്മത്തിലെത്താൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവരും ഒരു എമൗണ്ട് ഒരു ഫിക്സ് ചെയ്തിട്ട് ഒരു പ്രീപെയ്ഡ് കാർഡ് മേടിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെയാണ്. ഇവിടെ നമ്മൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് അറിയാൻ പറ്റും. ഇവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ യോഗ ഞാൻ ചോദിക്കുന്നത്, യോഗ പഠിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടുമോ? കിട്ടും. കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് യോഗ പഠിച്ച ആരോഗ്യം കിട്ടുന്നത്? ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് യോഗ പഠിച്ചാൽ ആരോഗ്യം കിട്ടും. അങ്ങനെയാണ് ആൾക്കാർ ചെന്ന് യോഗ പഠിക്കാൻ പോകുന്നത്. ആ പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ആരോഗ്യം കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നു കിട്ടില്ല. സ്വാമി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ? അതിനൊരു എക്സാമ്പിൾ, നമ്മൾ കപ്പിയും കയറുവിട്ട് വെള്ളം കോരത്തില്ലേ? കപ്പിയും കയറുവിട്ട് വെള്ളം കോരുമ്പോൾ ഈ തൊട്ടിയും വെള്ളവും കപ്പിയുടെ അടിയിൽ നിൽക്കുമോ, കപ്പിയുടെ സമം നിൽക്കുമോ, കപ്പിയുടെ മുകളിൽ നിൽക്കുമോ? അടിയിൽ. എന്തുകൊണ്ട് കപ്പിയുടെ സമം നിൽക്കുന്നില്ല? നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കപ്പിയുടെ മുകളിൽ നിൽക്കുന്നില്ല? പറ്റില്ല. കാര്യം കപ്പി ഒരു സപ്പോർട്ട് മാത്രമാണ് കയറിന്. അതായത് നമ്മൾ എന്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ തൊട്ട് താഴെ ഫലം നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ ആരോഗ്യത്തെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്തു കഴിഞ്ഞാൽ ഫലം അതിന്റെ അടിയിലേ നിൽക്കുള്ളൂ. നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ മോക്ഷത്തെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഫലമായ ആരോഗ്യവും കൂടെ നമുക്ക് കിട്ടും. അടുത്തത്, നമ്മൾ മോക്ഷത്തെയാണ് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഹ്മത്തെ ലക്ഷ്യം വെച്ച് യോഗ ചെയ്യണം. അപ്പോൾ അതിന്റെ ഫലമായിട്ട് മോക്ഷവും കൂടെ നമുക്ക് കിട്ടും. നമുക്ക് ബ്രഹ്മത്തിലെത്തണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഈശ്വരനെ ലക്ഷ്യം വെച്ച് നമ്മൾ യോഗ ചെയ്യണം. അപ്പം നമ്മൾ ബ്രഹ്മത്തിലെത്തും. ആർക്കും പക്ഷെ ഈശ്വരനാവാൻ പറ്റില്ല. എന്തുകൊണ്ടാ അറിയില്ല. അതിന്റെ മുകളിൽ ലക്ഷ്യം വെക്കാൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നത് ആരാ? ചിന്തിക്ക്. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.